ഇപ്പോൾ സതീഷ് കൃഷ്ണസൈൽ MLA നമുക്ക് ആൾക്കൂട്ടത്തിൽ കാണാം. ഈ MLA ആണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ യത്നിച്ചത് എന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും പറയണം. സല്യൂട്ട് ടു സതീഷ് കൃഷ്ണസൈൽ. നിങ്ങളൊരു സാധാരണ MLA അല്ല, നിങ്ങളൊരു മനുഷ്യസ്നേഹിയാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾ മലയാളികൾക്കുണ്ട്. തൊട്ടയൽ സംസ്ഥാനമായ കേരളത്തിലെ കണ്ണാടിക്കലിലെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾ നടത്തിയ യാത്ര അതൊരിക്കലും ഞങ്ങൾ മറന്നുപോകില്ല. സതീഷ് കൃഷ്ണസൈൽ, സല്യൂട്ട് ടു യു. ഈ പ്രത്യേകിച്ച് ഈ അന്ത്യയാത്രാവേളയിൽ ഒരുപക്ഷെ അർജുന് യാത്രയപ്പ് നൽകാൻ സമയത്ത് നെഞ്ചോട് ചേർക്കാൻ എത്തിയ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് നിങ്ങൾ കൂടി വന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോഴും താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അറിയാം. നമുക്കൊപ്പം KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗോപികൃഷ്ണൻ, എനിക്ക് തോന്നുന്നു മുദ്രാവാക്യം വിളിച്ച് ഈ വിലാപയാത്രയെ എതിരേൽക്കുകയാണ് ജനങ്ങളെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സതീഷ് കൃഷ്ണസൈൽ, AK രവീന്ദ്രൻ, T സിദ്ദീഖ് MLA തുടങ്ങിയ ആളുകൾ ഒരുപക്ഷെ ഈ നേതൃത്വ ഇതിലുണ്ട്. നമുക്കൊപ്പം KR ഗോപികൃഷ്ണൻ കൂടി ചേരുകയാണ്. അർജുൻ്റെ മൃതശരീരം വഹിച്ചുള്ള വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ അർജുൻ്റെ വീട്ടിൻ്റെ പടിക്കലേക്ക് എത്തും. അതിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വഴിയുടെ ഇരുവശത്തുമായി നാട്ടുകാരും അയൽവാസികളും തടിച്ചുകൂടിയിരിക്കും നമുക്ക് കാണാം. ഈ വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ, അതോടൊപ്പം MLA തോട്ടത്തിൽ രവീന്ദ്രൻ MLA എന്നിവർ ഈ വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് പറയൂ ഗോപികൃഷ്ണൻ. രണ്ടു ഭാഗത്തുമായി തടിച്ചുകൂടിയിരിക്കുന്ന സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ അവർ കണ്ണീരോടുകൂടി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അർജുനന്റെ മൃതശരീരം വരുന്ന വിലാപയാത്രയുമായി എത്തുന്ന ഈ വഴിയുടെ ഇരുവശത്തുമായി നിൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ അർജുൻ്റെ സ്വപ്നമായിരുന്ന കുടുംബത്തിലേക്കും വീട്ടിലേക്കും അർജുൻ്റെ ചേതനയറ്റ ശരീരം എത്തും. എല്ലാ കാലത്തും അർജുൻ ഈ വഴികളിലൂടെ കുടുംബത്തിലേക്ക് എത്തിയിരുന്നത് സന്തോഷം നിറച്ച ചിരിയുമായിട്ടായിരുന്നു. കുട്ടിക്കുള്ള സമ്മാനവുമായി, അച്ഛനും അമ്മയ്ക്കുമുള്ള സമ്മാനങ്ങളുമായിട്ടാണ് അർജുൻ എത്തിയിരുന്നത്. ഓരോ ദീർഘയാത്ര കഴിഞ്ഞും അർജുൻ സന്തോഷത്തോടു കൂടി മടങ്ങിയിരുന്ന വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് മടങ്ങിയിരുന്ന ഈ വഴിയിലാണ് ഇപ്പോൾ അർജുൻ്റെ ചേതനയറ്റ ശരീരം വഹിച്ചുള്ള വിലാപയാത്ര കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അർജുനെ കുറിച്ചുള്ള നന്മ നിറഞ്ഞ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വഴിത്താരയിൽ നാട്ടുകാർക്ക് ഇപ്പോഴും അവരുടെ ഓർമ്മകളിൽ തിരതല്ലുന്നതും അർജുൻ അവർക്ക് പല ഘട്ടങ്ങളിലായി അർജുൻ നടത്തിയിട്ടുള്ള ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. ഈ ജനസഞ്ചയം മുഴുവൻ അകമ്പടി സേവിക്കുന്ന കണ്ണാടിക്കലെ വീട്ടുവളപ്പിലേക്ക് ഇപ്പോൾ ഈ ആംബുലൻസ് കയറുകയാണ്. ഈ ആംബുലൻസുള്ളിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ ചെറുപ്പക്കാരനൊരു കഥയുണ്ട്. അത് കണ്ണാടിക്കലിലെ വീട്ടിൻ്റെ ഹൃദയ താളമായിരുന്നു ആ കഥയെന്ന് മാത്രം. ഒരുപക്ഷെ 72 ദിവസം ഒരു പുഴയുടെ അഗാധങ്ങളിൽ അമർന്നുപോയ ഒരു ജീവിതമാണ് ഇപ്പോൾ വാഹനവ്യൂഹമായി ഇതേ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഒരുപാട് ഓർമ്മകൾ പിച്ചവെച്ച് നടക്കുന്ന, പളുങ്കുപോലെ ഹൃദയമുള്ള കുറേ മനുഷ്യർക്ക് നടുവിൽ ഏറ്റവും പ്രാണപ്രിയനായി വളർന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ അന്ത്യയാത്രയ്ക്കൊരുക്കുന്ന ഒഴുകി വരുന്ന ജനസഞ്ചയമാണ് നമുക്കറിയുന്നത്. ഈ കർണാടകത്തിൽ നിന്ന് വന്ന ഈ കാർവാർ MLA ഉൾപ്പെടെ എത്രയോ, സതീഷ് കൃഷ്ണസൈൽ ഉൾപ്പെടെ എത്രയോ ആളുകളാണ് ഈ അന്ത്യയാത്രയ്ക്ക് അകമ്പടി സേവിക്കാൻ എത്തിയിരിക്കുന്നത് എന്നറിയുമ്പോൾ നമ്മൾ വല്ലാതെ മലയാളികൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ദുഃഖം കനിഭവിച്ച് കിടക്കുന്ന ഈ വീടിൻ്റെ ഉള്ളറകളിൽ വേദനിക്കുന്ന ഒരു അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അവർക്കൊന്നും ഒരുപക്ഷെ ഈ നഷ്ടം ഒരിക്കലും നികത്തി കൊടുക്കാൻ നമ്മുടെ ജനസമൂഹത്തിന് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തുമായി ഇവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ജനസമൂഹം, ഈ ജനസഞ്ചയം നമ്മോട് വിളിച്ചു പറയുന്നത്. ഒരുപക്ഷെ വലിയൊരു ജനനേതാവിൻ്റെ അന്ത്യയാത്രയ്ക്കൊക്കെ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്രയധികം ജനങ്ങൾ ഒഴുകി വരിക എന്നുള്ളത്. ചില ആളുകളൊക്കെ പറയുന്നു മാധ്യമങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ കർണാടക സർക്കാർ തന്നെ അറച്ചു നിന്ന നിമിഷങ്ങളിൽ, അതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ജില്ലാ ഭരണകൂടം തളർന്നു പോയ നിമിഷങ്ങളിലൊക്കെ തന്നെ അർജുനൻ്റെ കാര്യത്തിൽ മറുപടി വേണം
എന്ന് ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളാണ് എത്രയോ ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചത് എന്ന കാര്യം നമ്മുടെ പ്രേക്ഷകർ മറന്നുകൂടാ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഏറ്റവും നമുക്ക് സങ്കടകരമായ ഒരു 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 സംസ്കാര കർമ്മത്തിലേക്ക് നമ്മളിനി കടക്കും. ഇന്ന് ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഇന്ന് വൈകുന്നേരം അനുശോചന യോഗവും ചേരുന്നുണ്ട്. അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഈ ഭവനത്തിൻ്റെ വളപ്പിലേക്കാണ് ഈ വണ്ടി വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരമൊരു കാഴ്ച ഈ വീട്ടിലെ ആരും പ്രതീക്ഷിച്ച് കാണില്ല, നമ്മളാരും പ്രതീക്ഷിച്ച് കാണില്ല. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു വാഹന വ്യൂഹമാണ് ഇപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക്, കണ്ണാടിക്കുള്ള വസതിയിലേക്ക് വരുന്നത്. അല്പനിമിഷങ്ങൾക്കകം ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരും. നമുക്ക് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഔചിത്യബോധത്തിൽ നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലും ഈ മനുഷ്യൻ കർണാടകത്തിലെ കാർവാറിലെ നിയമസഭാംഗമായിരുന്നിട്ട് കൂടി അദ്ദേഹം കേരളത്തോട് കാണിച്ച ഈ സ്നേഹവായ്പ്, ഈ ഹൃദയ വായ്പ് നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനത്തിൽ മാത്രം അദ്ദേഹം പല കാര്യങ്ങളും അവിടെ ചെയ്തതുകൊണ്ടാണ് ഈ അർജുൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. ഒരുപക്ഷെ ഈ ട്രെജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൻ്റെ ഒടുവിൽ ഇദ്ദേഹത്തിനെ അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാൻ കഴിഞ്ഞതും, ആ ക്യാബിൽ നിന്ന് ചേതനയേറ്റ ആ ശരീരം നമ്മോട് വിളിച്ചു പറയുന്നതിലെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നതും. മനാവും ഈശ്വർ മാൽപ്പിയും ഒക്കെ തന്നെ നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുകളായി അർജുൻ മാറ്റിമറിച്ചു എന്നുള്ളതും മറ്റൊരു ദുരന്തമായി അവശേഷിക്കുന്നു. ഒരുപക്ഷേ നമുക്കൊക്കെ തിരിച്ചറിയുന്നത് പോലെ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് കാലം വേദനയുടെ നോവായി, നൊമ്പരമായി നമ്മുടെ മനസ്സിൻ്റെ കോണിലെവിടെയൊക്കെയോ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വലിയൊരു ജനസമൂഹം, ഈ ഒഴുകി വരുന്ന ജനസഞ്ചയം ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ്റെ അന്ത്യയാത്രയ്ക്ക് തയ്യാറെടുക്കാൻ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ നമ്മൾ കാണുന്നു ഈ അത്ഭുതം കേരളത്തിൽ മാത്രമേ സംഭവിക്കൂ എന്നത്. നമുക്കിപ്പം ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. ആഷ്മി, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിത പുസ്തകത്തിൽ ഒരുപാട് വിലാപയാത്രകൾക്ക് നമ്മൾ ഇതുപോലുള്ള ആഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആഖ്യാനത്തിൻ്റെ ഭാഷയ്ക്കപ്പുറം എന്തോ ഒരു സ്നേഹത്തിൻ്റെ താമര നൂല് നമ്മളെ അർജുനിലേക്ക് കെട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന കാര്യം. ഉറപ്പായും എസ്കെ, നമ്മൾ ആരും ഇത് യാന്ത്രികമായി പറയുന്നതല്ല, പറയാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ ഉള്ളിലൊരു നീറ്റിൽ ഉറപ്പായും ഉണ്ട്. പലപ്പോഴും നമ്മുടെ തൊണ്ടയിൽ ഒരു തേങ്ങൽ വന്ന് തടയുന്നുണ്ട്. അത് നമ്മൾ ഈ ആഖ്യാനം നൽകുന്നത് കൊണ്ട് ആ തേങ്ങൽ പുറത്തേക്ക് വരുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. എല്ലാവരുടെയും ഉള്ളിൽ വേദനയുണ്ട് എസ്കെ. അതിപ്പോൾ ആര് കമൻറ്റ് ബോക്സിൽ എന്ത് പറഞ്ഞാലും എല്ലാവരുടെയും ഉള്ളിൽ, ഇത് കണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ വേദനയുണ്ട്. കാര്യം എല്ലാവരും അർജുൻ ജീവനോടെ മടങ്ങി വരണം. അർജുൻ്റെ ഈ ഒരു വരവ് ആഗ്രഹിച്ചവരല്ല. അവർ പ്രാർത്ഥിച്ചത് അർജുൻ്റെ ആരോഗ്യത്തോടുള്ള മടങ്ങിവരവും അർജുൻ്റെ കുടുംബജീവിതം വളരെ സജീവമായി മുന്നോട്ട് പോകാനും അർജുൻ്റെ അച്ഛന് കൈത്താങ്ങ ഇനിയും തുടരാനും അമ്മയ്ക്ക് കൈത്താങ്ങ തുടരാനും ഒക്കെയാണ്. പക്ഷെ അത് സംഭവിച്ചില്ല എസ്കേൻ. അത് വിധി എന്നല്ലേ പറയേണ്ടത്. അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ പറയുക വിധി എന്നുള്ളതാണ്. വല്ലാത്ത വിധി എന്ന് നമ്മളിപ്പോൾ സമാധാനിക്കുന്നു. എസ്കേൻ, ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് വലിയ വേദനയും നേരിയ ഒരു ആശ്വാസവും തോന്നിയ ഒരു വാർത്ത എന്ന അസാധാരണത്വം കൂടി 72 നാളുകൾക്കൊടുവിൽ 75ാം നാൾ ഇന്ന് അർജുൻ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ ഷിയൂരിൽ അർജുനെ കിട്ടി എന്ന്, അല്ലെങ്കിൽ അർജുൻ്റെ ലോറി കണ്ടെത്തി എന്ന് കേട്ടപ്പോൾ വലിയ വേദന ഉണ്ടായി ഉള്ളിൽ. അതേസമയം തന്നെ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിൽ നേരിയ ആശ്വാസം, എന്നൊരു ഒരു നേരിയ ആശ്വാസം കൂടി കിട്ടിയ വാർത്തയാണത്. എസ്കേൻ എന്താ അവിടെ ജനാരവത്തിന് നടുക്ക് നിൽക്കുന്നുണ്ട് സതീഷ് കൃഷ്ണ MLA, കാർവാർ MLA. എസ്കേൻ എത്ര പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് കേരളം ആ മനുഷ്യനോട് കടപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ആദ്യഘട്ടം മുതൽ വളരെ സജീവമായി അവിടെ ചലിക്കാതിരുന്ന സംവിധാനങ്ങളെ ചലിപ്പിച്ചത് കാർവാർ MLA, മഞ്ചേശ്വരം MLA, നമ്മുടെ MP അടക്കമുള്ളവർ ചേർന്നാണ്. എസ്കേൻ കാർവാർ MLA ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരുന്നത്. കാർവാർ MLA നേതൃത്വത്തിലാണ്, കാർമ്മികത്വത്തിലാണ്, അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ആ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള സംവിധാനം, അതിൻ്റെ മുന്നൊരുക്കങ്ങളും അതിൻ്റെ മുൻകൈ എടുത്തതും കാർവാർ MLA ആണ്. ഏതെങ്കിലും തരത്തിൽ കാർവാർ MLAക്ക് നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് 10 വോട്ട് ഇവിടെ കിട്ടും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനില്ല. അത് ഏതെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും പ്രയോജനം. ആഷ്മിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന. മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഈ ജനസമൂഹം ഒഴുകിപ്പോകുന്നത് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കറിയാം. ഈ വാഹന വ്യൂഹം ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കണ്ണാടിക്കലിലെ വസതിയിലേക്ക് എത്തുകയാണ്. കാരണം പ്രകൃതി മരവിച്ചു പോകുക എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാൻ കഴിയും. ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരൻ്റെ നിഷ്കളങ്കമായ ബാല്യവും കൗമാരവും ഒക്കെ ഇഴചേർത്ത ഒരു ഗ്രാമത്തിൻ്റെ മണ്ണിലൂടെയാണ്
ഈ വാഹന വ്യൂഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ജീവിതത്തിൽ അവസാനം മരണമെന്ന മഹാസത്യത്തിന് മുന്നിൽ കീഴടങ്ങിയ ഒരു സാധാരണ ഡ്രൈവർ, നമ്മുടെ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ വണ്ടി ഓടിച്ച് കയറ്റിയ ഈ ഡ്രൈവറുടെ അന്ത്യയാത്രയ്ക്കൊരുങ്ങി ഈ ജനസഞ്ചയം കണ്ണാടിക്കലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുകയാണ് നമുക്കൊപ്പം. ഹാഷ്മി, ഒരുപാട് ദിവസങ്ങൾ ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതുന്നുണ്ടാവും നമുക്കിതൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്ന്. നിങ്ങൾക്കറിയുന്നത് പോലെ ചില ആൾക്കാർ പറയുന്നു റേറ്റിംഗ് കൂട്ടാൻ. നിങ്ങൾ അറിയേണ്ടത് ഒരു പ്രഭാതത്തിൽ ഒരു മോർണിംഗ് ഷോയിലാണ് ഈ അമ്മയും വീട്ടുകാരുമൊക്കെ അർജുന് വേണ്ടി സംസാരിക്കണമെന്ന് 24 ആവശ്യപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ ഒരിക്കലും നമ്മുടെ നാവ് നിശബ്ദമാക്കിയിട്ടില്ല. അർജുൻ്റെ മൃതദേഹവും ചേതനയേറ്റ ശരീരവും ഒക്കെ ഈ പുഴയുടെ ആഴങ്ങളിൽ നിന്ന് പൊങ്ങി വരുന്നത് വരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. തീർച്ചയായിട്ടും പല മാധ്യമങ്ങളും അവർ ദിവസങ്ങളോളം ഷിരൂരിൽ കഴിഞ്ഞിട്ടാണ് അവസാനം എന്താണ് നമ്മുടെ അർജുന് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഈ ജനസഞ്ചയം കണ്ടില്ലേ, ഈ ജനങ്ങളെ ഒന്ന് നോക്കൂ. ഈ ജനക്കൂട്ടത്തിൻ്റെ മനസ്സിലൊന്നും മാത്രമേ ഉള്ളൂ, ഈ ചെറുപ്പക്കാരന് അന്ത്യാഞ്ജലി അർപ്പിക്കണം. ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തരായ വലിയ കേൾവി കേട്ട വിഖ്യാതർക്ക് മാത്രം ലഭിക്കുന്ന അപൂർവമായ അന്ത്യയാത്രയാണ് അർജുന് നൽകാൻ ഈ കണ്ണാടിക്കൽ നാട് ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ഒരുപക്ഷെ കണ്ണാടിക്കൽ വീട്ടിൽ തമ്പടിക്കുന്നു. ഇന്നുച്ചയ്ക്ക് ഒരുപക്ഷെ ഈ അർജുൻ്റെ ജീവിതത്തിന് അവസാനം കാണുമ്പോൾ, കാലവരികയ്ക്കുള്ളിലേക്ക് ഈ അർജുൻ മറയുമ്പോൾ മറയാതെ പോകുന്ന ചില ജീവിത ചിത്രങ്ങളുണ്ട്. വീടിനു വേണ്ടി അധ്വാനിച്ച ഒരു പൊൻ സൂര്യനായിരുന്നു അർജുൻ. ജീവിതത്തിൻ്റെ വളയം അകാലത്തിലെ കയ്യിലെടുത്ത ഒരാളായിരുന്നു അർജുൻ. ഇതൊന്നും ഒരിക്കലും കെട്ടടങ്ങാത്ത യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും.